ആര് എവിടെ ഏതവസ്ഥയിലുണ്ടെന്ന് കൃത്യമായി അറിയുന്നവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ. ആര് എവിടെ ഏതവസ്ഥയിലായിരിക്കുന്നു അതിനെ പൂർണ്ണമായി അറിയുന്ന ഒരു കാര്യസ്ഥൻ. ചോദിച്ചപ്പോൾ മണിമണിയായിട്ടാണ് സീവ ഉത്തരം പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നു 139 സങ്കീർത്തനത്തിൽ, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ അറിഞ്ഞ ദൈവമേ. വായിച്ച 139 സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സീവയെ നമുക്ക് വ്യക്തമായി കാട്ടിത്തരുന്ന ഒരു വേദഭാഗം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കഴിയാൻ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിളിച്ചാൽ നീ അവിടെയുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. പിന്നെ നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആര് എവിടെ എങ്ങനെ വ്യക്തമായി അറിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നോക്കണം, നമ്മുടെ ഉള്ളങ്ങളെയും ഉൾപ്പൂകളെയും അറിയുന്ന ദൈവം. നാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുറമേയുള്ള മറവ് കൊണ്ട് ഹൃദയത്തിൽ ഇരുട്ട് സൃഷ്ടിച്ചാൽ അതിനെയും അനലൈസ് ചെയ്ത് അറിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ ഒളിച്ചൊന്നും പാർക്കാൻ പരസ്യമായിട്ട് ആലയത്തിൽ കുർബാനയും കൊള്ളും, പക്ഷെ ഉള്ളിലെ ഇരുട്ടിനെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്. അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ സീവ. ആ ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് എങ്ങും പാർക്കാൻ കഴിയില്ല, എങ്ങും ഒന്നും മറച്ചു വെക്കുവാൻ കഴിയില്ല. ഈ ഒരു വലിയ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളപ്പോൾ 4 ക്യാരക്ടേഴ്സിനെയും നിഴലിനെ വ്യക്തമായി ഒരെണ്ണോട് ചേർത്ത് മനസ്സിലാക്കി. പിതാവായ ദൈവം ദാവീദ്, പുത്രനായ യേശു ക്രിസ്തു യോനാഥാൻ, മെഫീബോശെത്ത് പാപിയായ മനുഷ്യൻ, കാര്യസ്ഥനായ സീബ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇനി മെഫീബോശെത്തിന്റെ എൻകൗണ്ടർ വിത്ത് ദൈവം. നോക്കണം, ദൈവം ഒരു പാപിയായ മനുഷ്യനെ എങ്ങനെയാണ് തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. ദൈവം എത്ര സ്നേഹത്തോടെയാണ്, എത്ര കരുണയോടെയാണ്, എത്ര കരുതലോടെയാണ് പാപിയായ ഒരു ബലഹീനനെ, ഒരു ശത്രുവിനെ സ്വീകരിക്കുന്നത്. മനസ്സിൽ ആ ഭാഗം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. മലയാളത്തിൽ ഇവിടെ വായിച്ചു 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം ഉണ്ട്. 5 തൊട്ട് 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ അപ്പോൾ ദാവീദ് രാജാവ് ആഗ്രഹിച്ചു, യോനഥാൻ അമ്മീയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. 2 കാര്യം കൂടെ നിങ്ങളെ മനസ്സിൽ അതൊന്ന് വിഭാജിച്ചു. നമ്മളിപ്പോ ഈ തോണ്ടി എല്ലാം നേരിട്ട് കാണുന്നതുകൊണ്ട് ഈ തോട്ട് പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണം. ദാവീദിന്റെ മുമ്പിലേക്ക് ഈ 2 കാലം കുടന്നുള്ള ഒരു മനുഷ്യൻ പേടിച്ച് വിറച്ചും കൊണ്ടാണ്. കൊല്ലാനാണോ വളർത്താനാണോ ഒരു ബോധ്യവുമില്ല. ആളയച്ചു രാജാവ് ഭയപ്പെട്ട് വന്നിരിക്കുകയാണ്. 2 കാലം മുടന്തിക്കൊണ്ട് ഈ രാജാവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് നെടുമ്പാടെ വീട് നമസ്കരിച്ചു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചുങ്കക്കാരനെ ഓർമ്മ വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ വന്നിട്ട് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ, അയ്യോ ഞാൻ പാപി, നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ യോഗ്യനല്ല.
ആ ഒരു അനുഭവത്തിൽ ഭാവിയായ മെഫീബോശേത്ത് ശത്രുവായ മെഫീബോശേത്ത് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അവന്റെ ഉള്ളിനെ അവന്റെ തമ്പുരാൻ ഇവിടെ ദാവീദിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട. അങ്ങനെ ആദ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വിളിച്ചു. എടാ ശത്രുവിന്റെ മകനെ, ശത്രുവിന്റെ കൊച്ചുമകനെ, ഒളിച്ചു പാർത്തവനെ എന്നാണ് അവന്റെ അപ്പനും അമ്മയും അവനിട്ട് അവനെ ഓമന പേർ ചൊല്ലി വിളിച്ചു. മെഫീബോശേത്തെ അടിയനെന്ന് അവൻ ഉത്തരം പറഞ്ഞപ്പോൾ അവന്റെ ആ നാവിന്റെ നിറയൽ, അവന്റെ ഉള്ളിന്റെ നിറയൽ ഗ്രഹിച്ച ദാവീദ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്നെ കൊല്ലാനോ കൂട്ടിയിടാനോ അല്ല ഞാൻ ഈ ഭവനത്തിലേക്ക് വിളിച്ചത്, ഈ കൊട്ടാരത്തിലേക്ക് നിന്നെ വിളിച്ചത് നിന്നെ തകർക്കാനല്ല. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, മെഫീബോശേത്തിന്റെ അനുഭവത്തിൽ ആരെങ്കിലും ഈ ദൈവവചനം ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും തമ്പുരാൻ അറിയാത്ത അന്താരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്റെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ഈ വചനം ഇപ്പോൾ കേൾക്കുന്നു, പിന്നെ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു. നിന്നെ തകർക്കാനല്ല, നിന്റെ പാപത്തിന്റെ ജീവിതത്തെ ഓർത്ത് നിന്നെ ശിക്ഷിക്കാനല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിതാവിന്റെ അവകാശങ്ങൾ നിനക്ക് മടക്കി നൽകും. യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്, എന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നിന്നോട് ദയ കാണിച്ച് നിന്റെ പിതാവിന്റെ നിലങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരും. നിത്യം നീ എന്റെ മേശയിൽ നിന്ന് ഓഹരി ഭക്ഷിക്കും. ഹല്ലേലൂയ. സക്കായിയെ വിളിച്ചപ്പോൾ ചുങ്കക്കാരാണല്ല വിളിച്ചത്. സക്കായിയെ നീ വേഗം ഇറങ്ങും, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. അവന്റെ വീട്ടിൽ പാർത്തിട്ട് സക്കായിയെ ദൈവം തമ്പുരാൻ തന്റെ ഭവനത്തിന്റെ ഓഹരിക്കാരനാക്കി ഈ ഭവനത്തിന്റെ രക്ഷപ്പെട്ടു. അബ്രഹാമിന്റെ സന്തതിയായി നീ ഇപ്പോൾ ആയിത്തീർന്ന് എന്റെ ഭവനത്തിലേക്ക് നീ പ്രവേശിച്ചിരിക്കുക. ഈ ഒരു അനുഭവം ശിക്ഷിക്കാനല്ല. 1997 ഇങ്ങനെ ഒരു ശബ്ദം അബൂദാബി മാർത്തോമാ ഇടവശന്റെ പായലിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ മുടങ്ങിപ്പോയി. ഈ ലോകത്തിന്റെ എല്ലാ ഘട്ട അനുഭവങ്ങളിലും കൂടെ ജീവിച്ച ഒരു യൗവനം. കോളേജ് പഠന കാലത്ത് പഠിക്കുവാൻ പോയപ്പോൾ വേദപുസ്തകവും നമ്മൾ തന്നുവിട്ട് കൊച്ചുകുഞ്ഞു പ്രദേശത്തെ പാഠപുസ്തകം ഒക്കെ ആയിട്ടാണ് പഠനത്തിനായിട്ട് പോയത്. എന്നാൽ കൊല്ലത്ത് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടചേർന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ബലഹീനനായ മനുഷ്യന്റെ ഒരു ഇമാജിനേഷൻ മാത്രമല്ല, മനുഷ്യനെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ അതിലും വലിയ തത്വശാസ്ത്രങ്ങളൊക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകം താഴെ വെച്ച് പാഠപുസ്തകം വലിച്ചെറിഞ്ഞു. 14 വർഷങ്ങൾ മെഫീബോശേത്തിനെ പോലെ ശത്രുതയിൽ ജീവിതത്തിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞു. മുസഫായിൽ ക്യാമ്പിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു ടാക്സി മധ്യത്തിൽ അബുദാബി മാർത്തോമാ സഖ്യത്തിലെ ചില യൗവനക്കാർ, അവരിൽ വ്യാപരിച്ചത് ഈ സീബായുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ടാക്സിയെ വെച്ചിട്ടുണ്ട്. കൂട്ടായ്മയിലേക്കും ആരാധനയിലേക്കും ക്ഷണിച്ച് അവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നില്ല. അപ്പോഴും എന്റെ കബോർഡിൽ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ച ഉൾബോട്ടിലുകൾ ഉണ്ടായി. എന്നാൽ നിരന്തരമുള്ള സ്നേഹത്തോടുള്ള നിർബന്ധത്തിന് 2-3 കൂട്ടായ്മകളിൽ കടന്നു നിന്നപ്പോൾ ആ കൂട്ടായ്മകളിലെ മുതിർന്നവർ സ്നേഹത്തോടെ പറഞ്ഞു, വ്യാഴാഴ്ച വീക്കെൻഡ് അവധിയല്ലേ, ഇടവശത്തിലേക്ക് കടന്നു വരണം, ആഴമായ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളുണ്ട്, അന്ന് കേൾക്കണം. അങ്ങനെ ആ മുതിർന്നവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ 98 കാലത്ത് ഇടവശത്തിലേക്ക് പോയത്. ഉള്ളിൽ ഏറ്റെടുത്തിട്ടില്ല, വിശ്വസിക്കുന്നില്ല. ഉള്ളിലെ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം കൊണ്ടു നടന്ന് മനസ്സ് നരമ്പിച്ചിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഒരു സാക്ഷിയോഗത്തിന്റെ മധ്യത്തിൽ ദൈവവചനവും സാക്ഷ്യവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു
അന്ധകാലത്തിന്റെ അനുഭവങ്ങളെ എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം ആ ഉൾമുറിയിൽ സെൻട്രൽ ആഘോഷന്റെ അപ്പർശാഖലിലെ ഉൾമുറിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കഴിയും. അന്ന് ഈ മൊബൈൽ വീണതുപോലെ നമ്മുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സറണ്ടർ ചെയ്തതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. എന്നെ അവനെ വിളിച്ചത് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാനല്ല. ഞാൻ മോശക്കാരനായിരുന്നു എന്നോട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവമക്കൾ എന്നെ മോശക്കാരനായിട്ടല്ല സ്വീകരിച്ചത്. ദൈവത്തിന്റെ സ്നേഹം അവരിൽ വ്യാപിച്ചപ്പോൾ അവരെ ഒരു സഹോദരനായി കണ്ട് ഈ മേശയ്ക്കലെയോ ദൈവം ഇടയാക്കി. നോക്കണം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇനി അലിഗോറിയല്ല ഞാൻ പറയുന്നത്. അന്യാപദേശം ഇന്റർപ്രട്ടേഷൻ ആ രീതിയിലല്ല പോകുന്നത്. പൗലോസിന്റെ ശുദ്ധമായ ദൈവശാസ്ത്രം ഇനി ഞാൻ പറയാം. നോക്കിയാൽ വായിച്ചാട്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ശാന്തമായി നാം ദൈവസന്നിധിയിൽ നമ്മുടെ വിളികളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ നാം ഇവിടെ ആയിരിക്കുന്നത്? നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ ഇവിടെ നിന്ന് നമുക്ക് പാടാൻ കഴിയുന്നത്? നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ ഈ ആലയത്തിലെ വിവിധ ശുശ്രൂഷകളെ ഓഹരിക്കാനായി നാം തീർന്നിരിക്കുന്നത്? ജ്ഞാനികളെ ലഭിപ്പാൻ ദൈവം ജ്ഞാനമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു, പോഷകമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലഭിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. പാരമ്പര്യം പറയുന്നതിനെ ലഭിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായതിനെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തു. കർത്താവിനെയും വിളിക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ ആഗ്രഹം എന്തെങ്കിലും ഈ ദൈവത്തിന് വേണ്ടി ചെയ്യണം. അന്ധകാരത്തിൽ നിന്ന് സ്നേഹത്തോടെ വിളിച്ച് ശിക്ഷിക്കാതെ ഞാനൊരു റിഫൈനറിയുടെ ഫീൽഡിലാണ് പഠിക്കുന്നത്. ഈ 30 വർഷത്തോളം അങ്ങനെ തന്നെയാണ്. അപകടം നിറഞ്ഞ ഒരു മേഖല. ഒരു സ്പാർക്ക് ഉണ്ടായ തീ. എത്രയോ ഉയരങ്ങളിൽ നിന്ന് ജോലി ചെയ്ത സംഭവങ്ങളുണ്ടായി. പിന്നെ റോട്ടറി എക്യുപ്മെന്റ്സ്, കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്പം സ്ലിപ്പായി കഴിഞ്ഞാൽ 3000 RPM കറങ്ങുന്നവരുടെ വീട്. ഒരു ദിവസം ഒരു 36 എക്യുപ്മെന്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. തീ പിടിക്കാമോ, പൊട്ടിത്തെറിക്കാമോ അനുഭവങ്ങളിലൊക്കെ. ഇതിന്റെ ഇടയിൽ 2 അപകടങ്ങളുണ്ടായി. കൈ പൊള്ളലേറ്റു, കൈ ഒടിഞ്ഞു. അവിടെ എല്ലാം അനർത്ഥം വ്യസന കാരണമാകാതെ സൂക്ഷിച്ച ഒരു ദൈവം തമ്പുരാൻ, ബലഹീനമായതിനെ തെരഞ്ഞെടുക്കുന്നവരെ 2 കാലം ഉണർന്നുള്ള ഇവനെ എന്തിന് തെരഞ്ഞെടുത്തു? കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഒരു വാതിൽക്കാവൽക്കാരനായി നിൽക്കാൻ കാലിന് ബലമില്ലാത്തവനെ ദാവീദ് മേശയിൽ ഓഹരി കൊടുത്ത് തന്റെ മക്കളിൽ ഒരുവനെ പോലെ വളർത്തി. തന്റെ പുത്രന്മാരിൽ രാജകുമാരന്മാരിൽ ഒരുവനെ പോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യം ചേർന്ന മിനിസ്ട്രി സദസ്സമല്ല, പഠിപ്പിക്കാനല്ല. മുസഫായി 10-12 ഭാഗ്യം അബുദാബി സെന്റ് ആൻഡ്രൂസിലെ സദസ്സുകളുണ്ട്. കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റി വിടുമ്പോൾ ഒരു ആന്റി മാത്രമാണ് ടീച്ചറായിട്ടുള്ളത്. 10-14 പിള്ളേർ ബസ്സിനകത്ത് കൂടി കളിക്കും. ബ്രേക്ക് ഓടിക്കാൻ വീഴും. ആന്റി പറഞ്ഞു, ഞാൻ സഹികെട്ടു, ആരെങ്കിലും സഹായിക്കും. ബസ്സെ ഒരു കിളിയായിട്ടാണ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ ചുമതലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വേല തുടങ്ങിയത് സൺഡേ സ്കൂൾ ബസ്സിന്റെ ബസ് അസിസ്റ്റന്റ് ആയിട്ട്. എനിക്ക് തമ്പുരാനെ ഒന്ന് സ്നേഹിക്കണം, അവനെ ഒന്ന് സേവിക്കണം. അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ എന്റെ ആഗ്രഹവും എന്റെ ആവേശവും ഒക്കെ കണ്ടപ്പോൾ അന്നിരുന്ന അച്ഛനും ഗർഭാസം കൂടെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അനുവാദം. 1-ാം ക്ലാസ് ലോഡ്സ് പ്രയർ അറിയത്തില്ല. കുഞ്ഞുങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി ഹലോഡ് ബിയോനെയും യുദ്ധ കുരിശു വരയ്ക്കണമെന്ന് അറിയത്തില്ല. കർത്താവിന്റെ സന്നിധി
ഈ അടുത്ത സമയത്ത് ഞാൻ ലൂയിസുമായി സംസാരിച്ചപ്പോൾ ലൂയിസ് ഒരു അനുഭവം പറഞ്ഞു. തമ്പുരാന്റെ സന്നിധി ഒരു ഇംഗ്ലീഷ് വേർഷൻ വാക്യം വായിക്കുവാൻ ഹൃദയം ചഞ്ചലപ്പെട്ട നാളുകൾ. ഞാനിവിടെ ജീവിപ്പാൻ പോഷത്വമായത് ഞങ്ങൾ ഒരുമിച്ച് ദൈവം പഠിച്ചിട്ടുള്ളത് ആദ്യ കാലങ്ങളിൽ പോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. 1ാം ക്ലാസ് പഠിപ്പിച്ച് 2ാം ക്ലാസ് പഠിപ്പിച്ച് അവസരം തന്ന് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചപ്പോൾ കുഞ്ഞുങ്ങളും പഠിച്ചു, ഒപ്പം ഞാനും പഠിച്ചു. 3 വർഷക്കാലം പൊതുവെ സൺഡേ സ്കൂളിന്റെ പ്രഭാഷണ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം കൃപ ചെയ്തു. മെഫീബോശത്തെ നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ വിളിക്കുന്നത് നിന്നെ ശിക്ഷിക്കാനല്ല, നിന്റെ പഴയകാലം പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്താനല്ല, അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാനാണ് സാക്ഷ്യത്തോടെ പറയുകയാണ്. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് പറയുമ്പോഴുണ്ട്, ദൈവമോ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്റെ പുത്രനാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. റോമാലേഖനം 5-ന്റെ 6, 8, 10 3 വാക്യങ്ങൾ വായിക്കട്ടെ. നമ്മുടെ സമയം ദീർഘമായി പോകുന്നു, അതുകൊണ്ട് വായിക്കട്ടെ. ഇങ്ങനെ കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന പ്രിവിലേജസ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാം. വായിച്ച് 2 സാമുവേൽ 9 അതിന്റെ 7 മുതൽ 11 വരെയുള്ള ഭാഗം. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയനെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ പുത്രനായ സീബയെ വിളിപ്പിച്ച് അവരോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് ഒരുക്കിയിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. ഭവനത്തിലേക്ക് വിളിച്ചു, ശിക്ഷിച്ചില്ല, ജയിലിലടച്ചില്ല. രാജകുമാരന്മാരെ പോലെ തന്റെ അരമനയിലേക്ക് വിളിച്ച് മേശയിൽ നിന്ന് പോയി നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം. പിന്നെ ചെയ്തെന്താ? കൈനസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പന്റെ അവകാശം ഞാൻ അവന് മടക്കി കൊടുത്തു. ആ നിലം നീ ഇവന് വേണ്ടി കൃഷി ചെയ്യും. അപ്പൊ കാര്യസ്ഥൻ കൃഷി ചെയ്ത് എടുക്കുന്ന ഒരു വിളവുണ്ട്, മേശയെങ്കിൽ ലഭിക്കുന്നതായ ഒരു ഭക്ഷണമുണ്ട്. ഞാൻ ഇങ്ങനെ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ദേശത്ത് തമ്പുരാനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആഹാരം ഉണ്ടാകുക, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവുമിതം ഓഹരി കൊടുക്കുവാൻ മേശയ്ക്ക് അഡ്മോക്ക് മുഖാന്തരം ദൈവം തമ്പുരാൻ എനിക്ക് തന്നു. നന്ദിയോടെ സ്തോത്രം. 1 മാസം പോലും മുടങ്ങാതെ ദൈവം തമ്പുരാൻ ആഹാരത്തിന്റെ ഓഹരി മേശയിലെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പണം തമ്പുരാൻ തന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോ കാര്യസ്ഥ കൃഷി ചെയ്തതോ 96 ഈ ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് ബോംബെയിൽ കൂട്ടുകാരുമൊക്കെ മദ്യപിച്ച് കിടക്കുമ്പോൾ ആ മുറിയുടെ മൂലയ്ക്ക് കിടന്ന് കിട്ടിയ ഒരു വേദപുസ്തകം ഉണ്ടായിട്ടുണ്ട്. 98 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ പെട്ടിയിൽ മടക്കി വെച്ചിരുന്ന ആ വേദപുസ്തകം ഞാൻ കൊണ്ടുതട്ടി എടുത്തു. അത് മടക്കി വെച്ചതിന്റെ കാരണം വായിക്കുമ്പോൾ കവിത എഴുതുവാൻ ചില പോയിന്റ്സ്, ചില ആശയങ്ങൾ ഇതിനു വേണ്ടി ബോംബെയിലെ ഷൂസും സോക്സും ഒക്കെ കൂട്ടിയിട്ടിരുന്നിടത്തുനിന്ന് കൂട്ടുകാരാണ് ഉപേക്ഷിച്ച് സൗദിക്ക് പോയപ്പോൾ ഉപേക്ഷിച്ച വേദപുസ്തകം എടുത്തിട്ട് പെട്ടിയിൽ വെച്ചത്. നാളുകൾക്ക് ശേഷം അങ്ങനെയാണ് വേദപുസ്തകം തൊട്ടത്. ആ വേദപുസ്തകം 98 ജനുവരി മാസം 28 രാത്രി ക്യാമ്പിൽ വന്ന് പെട്ടിയിൽ നിന്ന് പുറപ്പെടുത്തു. കാര്യസ്ഥൻ സീബ കൃഷി ചെയ്ത് തുടങ്ങി. നന്ദിയോടെ സ്തോത്രം. മനോരമ വായിച്ചതുപോലെ അല്ല പിന്നെ വേദപുസ്തകം വായിച്ചിട്ടുള്ളത്. ഒരു കഥ എഴുതാൻ ഒരു ചരിത്രപുസ്തകം വായിക്കുന്നത് പോലെ ഒരു സംഭവം വായിക്കുകയായിരുന്നില്ല. തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ ക്യാമ്പിന്റെ മെസ്ഹാളിൽ ഇരുന്ന് എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ വചനത്തിന്റെ മുൻപാകെ കണ്ണുനീരോടെ ഇരുന്നപ്പോൾ അവൻ കൃഷി ചെയ്തു. അനേകർക്ക് അനുഗ്രഹമായി ദൈവത്തിന്റെ കാര്യസ്ഥൻ സീബ എന്റെ ഉള്ളിൽ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
നെടുകയും കുറുകയും അബുദാബി പീഠങ്ങളിൽ മുസഫായ പീഠങ്ങളിൽ ഓടുവാൻ ഈ കൃഷിയുടെ വിളവ് വീണ്ടും വീണ്ടും വിതരണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ വർഷത്തെ ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അന്ധകാരത്തിൽ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉടന്തമായിട്ടല്ല സമർപ്പിച്ചവരായിരിക്കാം. എന്നാലും ഹൃദയത്തിൽ ചില അന്ധകാരങ്ങളുമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നമ്മൾ സമർപ്പണത്തിലേക്ക് വരികയാണ്. അവൻ നിന്നെ ഒഴിക്കും, അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രിവിലേജുകളെല്ലാം തന്ന് നാം ആയിരിക്കുമ്പോഴും ജാഗ്രത. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ നമ്മളെ വീഴ്ത്തുവാനായിട്ട് കറങ്ങി നടക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ വഴിതെറ്റിക്കുവാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമർപ്പിക്കപ്പെട്ട ദൈവവേദനായിരിക്കാം. ഈ ലോകത്തിന്റെ കറപുരളുവാൻ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണം. ഇങ്ങനെ ജീവിച്ച മെഫീബോശേത്തിന്റെ തലയിൽ വാളുമായി ഗിബെയോനിൽ വന്ന ഒരു സംഭവം 2 ശമൂവേൽ 21-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചു. 2 ശമൂവേൽ 21:1. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അതവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഗിബെയോന്യർ ഇസ്രായേലിയരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിഷ്ഠാനം ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവരുടെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃദ്ധനായ ശൗലിനെ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. മെഫീബോശത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് ഗിബെയോന്യർ വന്നിരിക്കുന്നു. ഒരു പഴയ ഉടമ്പടിയുടെ പേരിലാണ് അത്. യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ദേശങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അമോര്യരിൽ ഒരു വിഭാഗം ഗിബെയോന്യർ യോശുവയുമായി ഉടമ്പടി, ഞങ്ങൾ യുദ്ധത്തിനില്ല, നിങ്ങൾ ഞങ്ങളോട് യുദ്ധത്തിന് വരും. അവരെ അങ്ങനെ അമിക്കബിളാക്കി സെറ്റ് ചെയ്യും. ബാക്കി ദേശങ്ങളെ യോശുവ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇസ്രായേലിൽ വിഭാഗിച്ചു. ഗിബെയോന്യർ അങ്ങനെ അവരുമായിട്ടുള്ള സഖ്യതയിൽ ജീവിച്ചു വരുമ്പോഴാണ് ശൗല് ആദ്യത്തെ രാജാവാണ്. അപ്പോൾ തലയെ തന്റെ എരിവിൽ ഈ ഗിബെയോന്യരിൽ അനേകരെ വെട്ടിക്കൊണ്ടു. ഇപ്പോൾ ദാവീദിന്റെ കാലത്ത് 3 വർഷം ശക്തമായ ക്ഷാമവും വരൾച്ചയും. കാരണം അന്വേഷിച്ച് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ശൗൽ നിമിത്തം. അവൻ ഗിബെയോന്യരെ കൊന്നതുകൊണ്ട് അവൻ ചെയ്ത രക്തപാതക നിമിത്തമാണിത്. അപ്പൊ അതിന്റെ പ്രതിവിധി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രതിവിധി പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നത് അല്ല. വല്ല ഓർമ്മ വരുന്നു? മെഫീബോശത്തെ നിന്റെ തലയ്ക്ക് ശത്രു വച്ചിരിക്കുന്ന വാളിന് പൊന്നും വെള്ളിയും കൊണ്ട് നീക്കുപോക്കില്ല. പത്രോസ് പറഞ്ഞു, ഈ പഴയ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി കൊണ്ടുപോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടാണ്. യോനാഥാൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിനക്ക് വേണ്ടി വാദിക്കുന്നു. 7 മക്കളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുവനാരായിരുന്നു? മെഫീബോശത്തായിരുന്നു. യോനാഥാൻ നിമിത്തം അവനെ
ജാഗ്രത. പിശാചകമെന്ന സംഘം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു, നിന്നെ തെറ്റിക്കും. നിന്റെ രക്തത്തിന്റെ വില പറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു നിമിത്തം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവന്റെ ചോദനയാൽ നിന്നെ കഴുകി നിർത്തിയിരിക്കുമ്പോൾ ജാഗ്രതയോടെ ജീവിക്കുക. അവിടെയും തമ്പുരാൻ നിനക്ക് മറവൊരുക്കിയിരിക്കുകയാണ്. ഞാൻ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം ഒരുപക്ഷെ 3-ാം ദിവസമായിരിക്കാം ഹൃദയത്തിലോ കമ്മിറ്റിയിലോ ഒക്കെ സമർപ്പണത്തിന്റെ തീരുമാനം ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിന്റെ സമയമാണ്. ഒരുപക്ഷെ ആരുടെയെങ്കിലും ഒക്കെ ഹൃദയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കാര്യസ്ഥൻ ചില വ്യക്തികളെ ഏറ്റിട്ടുണ്ട്. അത് വളരുവാൻ അവൻ കൃഷി ചെയ്യും. ആ കൃഷി അനുഗ്രഹമായി ഈ ദേശത്ത്, ഈ ഇടവകഷൻ കൂട്ടായ്മ, ഇവിടുത്തെ പട്ടണത്തിൽ, ഇവിടുത്തെ ക്യാമ്പുകളിലൊക്കെ ഈ വചനത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകും. ഇവിടെ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് കേട്ട വചനത്തിന്റെ പ്രചാരകരായിട്ട് ഇന്ന് ഏറ്റെടുക്കുന്നതായ, ഇന്ന് ഹൃദയത്തിൽ വീണിരിക്കുന്നതായ ഈ വചനം ഹൃദയത്തിൽ മുളപ്പിച്ച് അതിന്റെ ഫലവുമായിട്ട് ഈ പട്ടണത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഇവിടെ കർത്താവിന് ചിലരെ ആവശ്യമുണ്ട്. സമർപ്പണത്തിന്റെ സമയമാണ്. പ്രിയമുള്ളവരെ, ഇടവും മലവും കണ്ണട കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് തമ്പുരാനെ ഞാൻ ഏതനുഭവത്തിലായിരിക്കും എന്നുള്ളത് ഉള്ളതിനോട് പറയുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ ദൈവമേ, നീ തൊട്ടല്ലോ കർത്താവേ. ഈ ദേശത്ത് നീ എത്ര നാളുണ്ടെന്ന് ഞങ്ങൾ അറിയത്തില്ല. എത്ര നാൾ നിൽക്കുന്നുവോ അങ്ങയുടെ ശിഷ്യന്മാരായി, അങ്ങയുടെ വചനത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് നിൽക്കാൻ കർത്താവെ ഒരു സമർപ്പണം. കർത്താവെ, ഞാൻ ഇപ്പോഴും പാതി അന്ധകാരത്തിലായിപ്പോയി. ദൈവമേ, നിന്റെ ഒരു വിടുതൽ നെന്തിൽമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താല്പര്യമുള്ളവർ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ മുമ്പോട്ട് വന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം ബാക്കി ക്രമീകരണമനുസരിച്ച് ശുശ്രൂഷ മുന്നോട്ട് വഹിക്കാം. ഒരു പാട്ട് പാടിയിട്ട് ഞാൻ കർത്താവേ, ലോകത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ ബലഹീനരും ഭാവികളുമായി ഈ ലോക